എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെ? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി 1949 നവംബർ 26. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷമാണ്? ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ സി 1951. 1951 ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത്. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി നവംബർ 26. നവംബർ 26 ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറാണ് എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത്? നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത്? ആൻസർ ഓപ്ഷൻ ഡി കോടതിയെ സമീപിക്കാനാകില്ല. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത്? പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണ്? ആൻസർ ഓപ്ഷൻ ബി നിയമനിർമ്മാണം. നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24 ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 3 ശരി. 3 സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി.
ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. ആൻസർ ഓപ്ഷൻ ബി. നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത്. നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? അവശിഷ്ട അധികാരങ്ങൾ. ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവശിഷ്ട അധികാരങ്ങളിലാണ്. ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി. പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ്? പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ്? ആൻസർ ഓപ്ഷൻ ബി. പാർട്ട് 2. പാർട്ട് 2ലാണ് പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ സി. 1 തെറ്റ്, 2 3 ശരി. 2. കേരളത്തിൽ നിന്ന് 9 പേരെ തിരഞ്ഞെടുക്കുന്നു. കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് PT ഉഷ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടം എടുത്തത്? ആൻസർ ഓപ്ഷൻ സി. സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത്. രാജ്യസഭ വൈസ് ചെയർമാനാകേണ്ട പ്രായം എത്രയാണ്? രാജ്യസഭ വൈസ് ചെയർമാനാകേണ്ട പ്രായം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി. 30. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി. നിർദ്ദേശക തത്വങ്ങളിൽ. നിർദ്ദേശക തത്വങ്ങളിലാണ് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി. വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21 ഉറപ്പു നൽകുന്നത്. അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. ആൻസർ ഓപ്ഷൻ ഡി. 52ാം ഭേദഗതി. 52ാം ഭേദഗതിയാണ് അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. വിദ്യാഭ്യാസം. വിദ്യാഭ്യാസമാണ് കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്?
നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ അയിത്ത നിർമ്മാർജ്ജനം. അയിത്ത നിർമ്മാർജ്ജനമാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ 309 അനുച്ഛേദപ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 309 അനുച്ഛേദം പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി കേരള ഗവൺമെൻറ്. കേരള ഗവൺമെൻറ്റിനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 309 അനുച്ഛേദപ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം? ഇതിൽ ഏതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം? ആൻസർ ഓപ്ഷൻ ബി ദേശീയ പട്ടികജാതി കമ്മീഷൻ. ദേശീയ പട്ടികജാതി കമ്മീഷനാണ് താഴേക്ക് തന്നിരിക്കുന്നവയിൽ ഒരു ഭരണഘടനാ സ്ഥാപനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 3ഉം 4ഉം ശരി. 3 നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. 4 ലക്ഷ്യപ്രമേയം 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസാക്കപ്പെട്ടു. നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ലക്ഷ്യപ്രമേയം 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസാക്കപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 8 പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. താഴെ പറയുന്നതിൽ അത്തരം കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ ശരിയായത് ഏതൊക്കെ? ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 8 പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. താഴെ പറയുന്നതിൽ അത്തരം കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ ശരിയായത് ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ ഡി 1ഉം 2ഉം 4ഉം ശരി. 1 യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു. 2 യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു. 4 റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉം ശരി. 1 ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. 3 1955 പൗരത്വ നിയമമനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. 1955 പൗരത്വ നിയമമനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം ശരി. 1 പാർട്ട് 4A ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു. 2 ലോകസഭയുടെ കാലാവധി നീട്ടി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏവ? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ സി എ മഹാത്മാഗാന്ധി, മുഹമ്മദ് അലി ജിന്ന എന്നിവർ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളായിരുന്നു. മഹാത്മാഗാന്ധി, മുഹമ്മദ് അലി ജിന്ന എന്നിവർ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ആയിരുന്നു. നമ്മുടെ മൗലിക അവകാശങ്ങളിലെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവന ആരുടേതാണ്? പ്രസ്താവന ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ആൻസർ ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏവ?
ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി എ, ബി, ഡി. എ. ഭാഗം 20 ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ബി. 368 വകുപ്പ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡി. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ പാർലമെന്റിന് അധികാരം ഇല്ല. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലാത്തവ ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലാത്തവ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 2ഉം 3ഉം. 2. നീതി ആയോഗ്. 3. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നീതി ആയോഗും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ല. ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങളല്ല എന്നു പറയാൻ കാരണം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങളല്ല എന്നു പറയാൻ കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ഈ തത്വങ്ങൾ കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റാത്തതിനാൽ. ഈ തത്വങ്ങൾ കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റാത്തതിനാലാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങളല്ല എന്ന് പറയാൻ കാരണം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ? ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ? ആൻസർ ഓപ്ഷൻ ഡി 1ഉം 3ഉം 4ഉം മാത്രം. 1. ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 3. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. 4. ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ ഭരണഘടനയിലെ 7ാം പട്ടികയിലെ ലിസ്റ്റുകൾ അഥവാ അവശിഷ്ടാധികാരങ്ങൾ എന്നിവയുമായി യോജിപ്പിച്ചതിൽ ശരിയായവ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ കോളം എ ഭരണഘടനയിലെ 7ാം പട്ടികയിലെ ലിസ്റ്റുകൾ അഥവാ അവശിഷ്ടാധികാരങ്ങൾ, കോളം ബി എന്നിവയുമായി യോജിപ്പിച്ചതിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം. 1. തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റ്. 2. ഭൂമി സംസ്ഥാന ലിസ്റ്റ്. തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റ്, ഭൂമി സംസ്ഥാന ലിസ്റ്റ്. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ കണ്ടെത്തുക. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 1ഉം 4ഉം മാത്രം. 1. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 4. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെൻറ്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമായിരിക്കും. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസും പാർലമെൻറ്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരം ആയിരിക്കും. 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭാഗമല്ലാത്ത പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏത്? 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 2ഉം 3ഉം മാത്രം. 2. ദേശീയ തലസ്ഥാനമായ ഡൽഹി കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭകളിലും 1/3 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യുന്നു. 3. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്ത സീറ്റുകൾക്ക് ഇത് ബാധകമല്ല. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം 243 കെ. അനുച്ഛേദം 243 കെ പ്രകാരമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം ആയത്.
റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഒന്ന് മാത്രം. 1. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളൂ. ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതാണ്? ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 1ഉം 2ഉം. 1. ഏക പൗരത്വ നിയമം. 2. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. ഏക പൗരത്വ നിയമം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക എന്നിവയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി, 1ഉം 3ഉം മാത്രം. 1. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. 3. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു എന്നതും അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു എന്നതും. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരാണ്? താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാനാണ് താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത്. കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? ആൻസർ ഓപ്ഷൻ ബി, കാനഡ. കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം കാനഡയുടെ ഭരണഘടനാ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 2ഉം 3ഉം. 2. നെഹ്റു, പട്ടേൽ, അംബേദ്കർ എന്നിവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു. 3. അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരി ഏതാണ്? ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 2ഉം 3ഉം. 2. മൗലിക അവകാശങ്ങൾ. 3. നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏതെല്ലാമാണ്? ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി, 2ഉം 3ഉം. 2. കേവല ഭൂരിപക്ഷ സമ്പ്രദായം. 3. നിയമനിർമ്മാണ പ്രക്രിയ. ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 1ഉം 3ഉം. 1. സഞ്ചാര സ്വാതന്ത്ര്യം. 3. സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 1ഉം 3ഉം. 1. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 3. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏതാണ്? താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശമാണ് കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം. നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ
ശരിയായത് ഏതെല്ലാം? നിയമ നിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ 1ഉം 3ഉം മാത്രം. 1. നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരമാണ്. നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരമാണ്. 3. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? ആൻസർ ഓപ്ഷൻ സി ബ്രിട്ടൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽപ്പെടാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പ്രസിഡൻഷ്യൽ സമ്പ്രദായം. പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ ഉൾപ്പെടാത്തത്. താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1ഉം 4ഉം. 1 ഇന്ത്യ, 4 അമേരിക്കൻ ഐക്യനാടുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽപ്പെടാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ. ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 1ഉം 2ഉം 4ഉം. 1 ദൃഢവും അയവുള്ളതുമായ ഭരണഘടന. 2 ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി പാർലമെന്റ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം. 1 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 2 മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 1 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 2 മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ്? ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ അമേരിക്ക. അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 42ാം ഭേദഗതി. 42ാം ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി. ഭരണഘടനയിലെ ഏത് മൗലികാവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത്? ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മാർഗനിർദ്ദേശക തത്വങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം.
മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ആൻസർ ഭാഗം 4A. ഭാഗം 4Aയിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ സി 1. 6 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ്. 6 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ്. 73-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏതാ? 73-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏവ? ആൻസർ ഓപ്ഷൻ സി 3. 73-ാം ഭേദഗതി നിലവിൽ വന്നത് 1990-ൽ ആണ്. 73-ാം ഭേദഗതി നിലവിൽ വന്നത് 1990-ൽ ആണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി 42. 42-ാം ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കാനും സ്ഥിര താമസമാകാനുള്ള സ്വാതന്ത്ര്യം ഇനിപ്പറയുന്നവയിലൂടെ നൽകുന്നു? ഇന്ത്യയുടെ ഏത് പ്രദേശത്ത് താമസിക്കുവാനും സ്ഥിര താമസമാക്കാനുള്ള സ്വാതന്ത്ര്യം ഇനിപ്പറയുന്നവയിലൂടെ നൽകുന്നു? ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ഇ. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ഇയിലൂടെയാണ് ഇന്ത്യയുടെ ഏത് പ്രദേശത്ത് താമസിക്കുവാനും സ്ഥിര താമസത്തിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നത്. അവശിഷ്ട അധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവശിഷ്ട അധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാരിൻ്റെ കൈകളിലാണ് അവശിഷ്ട അധികാരങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഇനിപ്പറയുന്ന പ്രകാരം സ്ഥാപിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഇനിപ്പറയുന്നവ പ്രകാരം സ്ഥാപിച്ചു. ആൻസർ ഓപ്ഷൻ ബി 1935-ലെ ഇന്ത്യ ഗവൺമെൻറ് ആക്ട്. 1935-ലെ ഇന്ത്യ ഗവൺമെൻറ് ആക്ട് പ്രകാരമാണ് ഒരു ഫെഡറൽ കോടതി സ്ഥാപിച്ചത്. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം? മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ഇവ ഒന്നുമല്ല. മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നും മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ അല്ല. മൗലിക അവകാശങ്ങളുടെ സവിശേഷതകൾ ശരിയായവ ഏതെല്ലാം? മൗലിക അവകാശങ്ങളുടെ സവിശേഷതകൾ ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. 1. ഭരണകൂടത്തിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു. 2. കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു. 3. മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1, 2, 4. 1. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. 2. മൗലികാവകാശങ്ങൾ 6 എണ്ണം ഉണ്ട്. 4. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അപ്പോൾ ഒന്നാമത്തേത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. 2. മൗലികാവകാശങ്ങൾ 6 എണ്ണം ഉണ്ട്. 4. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ്? ആൻസർ ഓപ്ഷൻ സി ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം. ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം.
സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ 356. 356 വകുപ്പ് പ്രകാരമാണ് സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത്. സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി 300A. 300Aയിലാണ് സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? ആൻസർ ഓപ്ഷൻ സി 4A. 4Aയിലാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളുന്നത്. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ട്രേഡ് യൂണിയനുകൾ. ട്രേഡ് യൂണിയനുകൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആർട്ടിക്കിൾ 16 ക്ലോസ് 4. ആർട്ടിക്കിൾ 16 ക്ലോസ് 4ലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇവയിൽ തെറ്റായത് ഏത്? താഴെ തന്നിരിക്കുന്ന റിട്ടുകളും ലക്ഷ്യങ്ങളിൽ തെറ്റായവ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 3. സെർഷ്യോറ്റി ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധിക്കപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഭരണഘടനാ അസംബ്ലിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, തെലങ്കാന. ഉത്തർപ്രദേശും തെലങ്കാനയുമാണ് ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി PK തുങ്കൻ കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റിയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. ആർട്ടിക്കിൾ 19 പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പു നൽകിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 19 പ്രകാരം സ്വാതന്ത്ര്യത്തിനുള്ള എത്ര അവകാശങ്ങളാണ് ഉറപ്പു നൽകിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി 6. ആർട്ടിക്കിൾ 19 പ്രകാരം 6 അവകാശങ്ങളാണ് ഉറപ്പു നൽകിയിട്ടുള്ളത്. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി 3. ഒരു ഇന്ത്യൻ പൗരന് 3 രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്.